കൊടിയത്തൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയിഷാബായ് തന്റെ പ്രചരണവുമായി മുന്നേറുകയാണ്. പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഏതായാലും നമ്മോട് സംസാരിക്കാൻ അല്പനേരം ബായ് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് വാർഡിലെ വോട്ടർമാരോട് പറയുന്നത്? LDF സ്വന്തം സ്ഥാനാർത്ഥിയാണ് 2ാം വാർഡിൽ മത്സരിക്കുന്നത്. മാഷിന് CTC മാഷയുടെ വികസനത്തിന് തുടർച്ചയായിട്ട് അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. എല്ലാ വോട്ടർമാരെയും ഞാൻ കണ്ടു. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പല വീടുകളും കയറി ചെല്ലുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആയിഷാബായിയുടെ ഭർത്താവ് കുറേ വർഷങ്ങളായിട്ട് സന്നദ്ധ സേന രംഗത്ത് ഉള്ള ഒരാളാണ്. പല സമയങ്ങളിൽ ചിലപ്പം വീട്ടിലേക്ക് കിട്ടിയില്ല എന്ന് വരെ തോന്നുന്നു. എങ്ങനെ തോന്നുന്നത്? ആദ്യമൊക്കെ കുറച്ച് പേടി, കാരണം പാതിരാത്രി ഇറങ്ങിപ്പോൾ ഒറ്റക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് തോന്നി നല്ല സന്തോഷമായിട്ടാണ് തോന്നിയത്. കാരണം ഒരുപാട് ജീവനായിരിക്കും കൊണ്ടുപോകൽ. ഏതായാലും സന്തോഷമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ ഇടതുമുന്നണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CTC അബ്ദുള്ള പ്രതിനിധീകരിച്ച ഈ വാർഡിൽ CTC അബ്ദുള്ള നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇടതുമുന്നണിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആയിഷാബായ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷംലൂലത്ത് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. കാരക്കുറ്റി ഭാഗത്താണ് ഇന്ന് അവർ പ്രചരണം കാര്യമായി നടക്കുന്നത്. വോട്ടർമാരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്? നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ളൊരു വികസന കാഴ്ചപ്പാടാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പ്രയത്നിക്കും. പിന്നെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സാമൂഹികപരം എല്ലാ കാര്യങ്ങളിലും പ്രത്യേക പരിഗണന നൽകാൻ എനിക്ക് കഴിയും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവരും. വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അവർക്ക് വേണ്ട സ്കോളർഷിപ്പുകൾ, ഒരു IT യുഗമാണല്ലോ, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന എനിക്ക് അത്തരം എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. അപ്പോൾ വീടില്ലാത്ത എത്രയോ പേര്, വീട് പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടവർ എത്രയോ പേര് നമ്മുടെ വാർഡിലുണ്ട്. അപ്പോൾ ഇത്തരം പദ്ധതികളൊന്നും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാര്യമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. തീർച്ചയായും ഇത് തന്നെയാണ് 2ാം വാർഡ് സ്ഥാനാർത്ഥി UDFന്റെ 2ാം വാർഡ് സ്ഥാനാർത്ഥി ഷംലൂലത്തിന് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷം ഈ വാർഡിൽ കാര്യമായിട്ട് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ ഇവിടെ മെമ്പറായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ആൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വികസനം ആവശ്യമുള്ള ഒരു വാർഡ് കൂടിയാണിത്. ഈ വാർഡിലേക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ തൻ്റെ കഴിവും വിധം എത്തിക്കാൻ കഴിയുമെന്ന ശുഭവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി.